ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അല്പം പോലും തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടാതെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് നോക്കൂ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. കടുക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചുമന്ന് വരണം കേട്ടോ. ഒന്ന് മൂത്ത് കിട്ടണം. നല്ലൊരു മണമൊക്കെ വരും. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 കിലോ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഈ എണ്ണയിൽ കിടന്ന് നല്ല ഒന്ന് മൂത്ത് കിട്ടണം. ഒന്ന് മുരിഞ്ഞു വരണം കേട്ടോ. ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് വെണ്ടയ്ക്കയുടെ ആ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവോളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷമാണ് കുരുമുളക് പൊടിയും ഒരു സവോളയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ചേർത്തത് ഒരു 4 പച്ചമുളകാണ്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 4 ചേർത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കൊരു 2 തക്കാളി, ഇടത്തരം തക്കാളിയാണ്, അത് 2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് ആ എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നു, അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഈ വെണ്ടയ്ക്കയിലും തക്കാളിയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കാം. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ആ അരപ്പുമായിട്ടൊന്ന് കുഴഞ്ഞ പരുവമായിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചേർത്തിട്ട് ചെറുതായിട്ട് ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് അല്പം കുറവായിരുന്നു. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനകത്ത് വറുത്തിടുകയൊന്നും വേണ്ട. നമ്മൾ ആദ്യമേ വറുത്തിട്ടതാണ്. അതുകൊണ്ട് ഇനി എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.